എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി സഞ്ജയൻ എന്ന ബുക്കിലെ 3rd ചാപ്റ്ററായ കല്ലു കുമാർ കി ഉനാക്കോട്ടിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 22 ലാസ്റ്റ് എന്നാണ് തുടങ്ങുന്നത്. थोड़ी नानुकुर के बाद वे इसके लिए तैयार हो गए, लेकिन उनकी शर्त यह थी कि थोड़ी നാനുക്കുർ എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല വേണ്ട വേണ്ട പറ്റില്ല പറ്റില്ല എന്നൊക്കെ പറയില്ലേ, അതിനാണ് നാനുക്കുർ എന്ന് പറയുക. നമ്മൾ ഹിന്ദിയിൽ വേറെ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആനക്കാനി കർണ അല്ലെങ്കിൽ ടാൽ മട്ടോൽ കർണ, ബഹാന ബനാന എന്നൊക്കെ പറയാം. ആനക്കാനി, ടാൽ മട്ടോൽ, ബഹാന എന്നൊക്കെ പറയാം നാനുക്കുറിന്. നമ്മൾ എന്തൊരു കാര്യവും ആദ്യം വേണ്ട വേണ്ട ഇപ്പം പറ്റില്ല, പിന്നെ ശരി എന്തെങ്കിലും ചെയ്യും എന്ന് പറയില്ലേ, അങ്ങനെ ആദ്യം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേ ഇസ്കെ ലിയെ തയ്യാർ ഹോ ഗേ, പിന്നെ അതിന് തയ്യാറായി. ലേക്കിൻ ഉൻകി ഷരത്ത് യഹ് തി, അവരുടെ കണ്ടീഷൻ ഇതായിരുന്നു. ഷരത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെറ്റ് എന്ന് പറയില്ലേ, അങ്ങനെയും പറയാം. ഇവിടെ കണ്ടീഷൻ ഇതായിരുന്നു. മുझे और मेरे कैमरामैन को CRPF की हथियारबंद गाड़ी में चलना होगा. എനിക്കും എൻ്റെ ക്യാമറാമാനും CRPFിൻ്റെ ഹത്തിയാർബന്ദി ഗാഡിമേ, വെപ്പൺസ് ഒക്കെ വെച്ചിട്ടുള്ള ആർമഡ് ആയിട്ടുള്ള ആ വണ്ടിയിൽ ചലന ഹോഗ, പോകേണ്ടി വരും. और यह काम हमें अपने जोखिम में करना होगा. പിന്നെ ബാക്കി എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അത് ഇവർക്ക് ഇവരുടെ റിസ്കിൽ ചെയ്യണം. ജോക്കിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് പറഞ്ഞാൽ ഇവരുടെ റിസ്കിൽ അത് ചെയ്യേണ്ടി വരും. കാഫില ദിൻ മേ 11 ബജെ കെ ആസ്പാസ് ചലന ഷുറു ഹുവ. കാഫില ആ വണ്ടികളുടെ ഗ്രൂപ്പ് പറഞ്ഞാൽ ദൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഗ്രൂപ്പ് രാവിലെ 11 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ടായി. अपनी शूटिंग के काम में ही इतना व्यस्त था कि उस समय तक डर के लिए कोई गुंजाइश ही नहीं था. ഞാൻ എൻ്റെ പണിയിൽ, എൻ്റെ ഷൂട്ടിങ്ങിൽ ഞാൻ വ്യസ്തത എന്ന് പറഞ്ഞാൽ ഞാൻ ബിസി ആയിരുന്നു, തികച്ചും എൻഗേജ് ആയിരുന്നു. അതുകൊണ്ട് എന്താണ് ഡർക്കേലിയെ കോയി ഗുഞ്ചായിഷ് ഹി നഹി തി, പേടിക്കാനുള്ള ചാൻസേ ഉണ്ടായിരുന്നില്ല, കാരണം ബിസി ആയിരുന്നു. जब तक मुझे सुरक्षा प्रदान कर रहे CRPF कर्मी ने साथ की निचली पहाड़ियों पर इरादतन रखे 2 पत्थरों की तरफ मेरा ध्यान आकृष्ट नहीं किया. അപ്പം ഞാൻ എൻഗേജ് ആയിരുന്നു, ഞാൻ ബിസി ആയിരുന്നു. എപ്പോൾ വരയ്ക്ക് ബിസി ആയിരുന്നു? പേടിയില്ലാതെ, അതും പേടിയില്ലാതെ എപ്പോൾ വരയ്ക്ക് ബിസി ആയിരുന്നു? CRPFിലെ ജവാൻ കർമ്മി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ സ്റ്റാഫ്, അതിലെ ജവാൻ, സാത്ത് കി നിച്ചലി പഹാഡിയോം പർ, താഴെയുള്ള കുറച്ച് താഴ്ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ ഇരാദത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻഷനലായിട്ട് വെച്ച 2 കല്ലുകൾ പറഞ്ഞാൽ 2 കല്ലുകൾ വേണോച്ച് വെച്ചിരിക്കുകയാണ് അവിടെ. ഇരാദത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം വെച്ചിട്ട്, ഹോന ബോൽക്കെ എന്ന് സിമ്പിളായിട്ട് പറയാം. 2 കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കല്ലുകളുടെ പിന്നെ മേര ധ്യാൻ ആകൃഷ്ട നഹിക്കിയ, പറഞ്ഞാൽ ആ കല്ലുകൾ എന്നെ ആകർഷിക്കണ വരെ, അതിൻ്റെ അർത്ഥം നഹിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത, ആകർഷിതമാകാത്തത് വരെ ഞാൻ ബിസി ആയിരുന്നു, എനിക്ക് പേടിയില്ലായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ആ 2 കല്ലുകൾ എനിക്ക് അവർ കാണിച്ചു തന്നു എന്നർത്ഥം. CRPFിലെ ജവാൻ എനിക്ക് കാണിച്ചു തന്നു. അത് ഇൻറ്റൻഷനലി എന്തോ കാര്യത്തിന് വേണ്ടി അത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുവരെ എനിക്കൊരു പേടിയില്ലാണ്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ അർത്ഥം. ആദ്യമേ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെയെല്ലാം എന്താണ് ഹിംസാഗ്രസ്ത് ജഗാഹെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹിംസാഗ്രസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിംസ നടക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ അർത്ഥം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നുണ്ട് മീനിങ്, അതാണ്. അങ്ങനെ 2 दिन पहले हमारा एक जवान यही വിദ്രോഹിയോं द्वारा मार डाला गया था. അപ്പോൾ അവരെന്താ പറഞ്ഞത്? 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു ജവാൻ വിദ്രോഹികളെ കൊണ്ട് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉസ്നെ കഹ, ആ ജവാൻ പറഞ്ഞു. ഇനി ഒരാൾ പറഞ്ഞു CRPFിലെ, മേരി റീഡ് മേ എക് ഝുർജുരി സി ദൗഡ് ഗയി. റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ബോണ്, സ്പൈന് അല്ലെങ്കിൽ നട്ടെല്ല് എന്നൊക്കെ പറയാം. ജുർജുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിങ്കിൾസ് എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്ക് ബോണിൽ മൊത്തം ഒരു വിറ പോലെയൊക്കെ തോന്നി. അതിൻ്റെ അർത്ഥം പേടിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് വല്ലാണ്ട് പേടിയായി. ഇതുവരെ ഒരു പേടിയും പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയില്ലായിരുന്നു ആക്ച്വലി റൈറ്ററിനൊന്നും. അപ്പോൾ മനസ്സിലായി തുടങ്ങിയ സമയത്ത് എന്താണ് പേടി തോന്നി തുടങ്ങി. മനു തക് കി അപ്നി ശേഷ് യാത്ര മേ മൈ യഹ് ഖയാൽ അപ്നെ ദിൽ സെ നിക്കാൽ നഹി പായ കി, പിന്നെ ആ മനു വരെയുള്ള യാത്രയിൽ, ബാക്കി യാത്രയിൽ മേ യഹ് ഖയാൽ, ഈ വിചാരങ്ങൾ അപ്നെ ദിൽ സെ നിക്കാൽ നഹി പായ, എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാനേ പറ്റിയില്ല. കി ഹമേ ഘേരെ ഹുയെ സുന്ദർ ഓർ അന്യഥ, ഹമേ ഘേരെ ഹുയെ സുന്ദർ ഓർ
അന്യഥ ശാന്തിപൂർണ്ണ പ്രതീത് ഹോനെ വാലെ ജംഗലോ. ഞങ്ങൾ നടക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റോട് ചുറ്റും ഗേരെ ഹുയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടഡ്, ചുറ്റോട് ചുറ്റും കാണപ്പെടുന്ന ഈ സുന്ദരമായിട്ടുള്ള അന്യഥ, ഇനിയൊരു വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തിപൂർണ്ണമായിട്ട് തോന്നപ്പെടുന്ന, പ്രതീത് ഹോനെ വാലെ തോന്നപ്പെടുന്ന ജംഗലോമേ ആ കാട്ടിൽ കിസി ജഗ ഏതെങ്കിലും സ്ഥലത്ത് ബന്ദുക്കെ ലിയെ വിദ്രോഹി ബി ചിപ്പേ ഹോ സക്തേ ഹേ. ആ തോക്കൊക്കെ എടുത്തിട്ട് ഇതുപോലത്തുള്ള വിദ്രോഹികളെ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞ് മറിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും എന്നുള്ളത് എൻ്റെ മനസ്സിൽ അപ്പം അങ്ങനെ തോന്നി തുടങ്ങി. അപ്പോഴാണ് എനിക്കങ്ങനെ മനസ്സിലായത്. കാരണം ആ ഒരു ജവാൻ ഓൾറെഡി മരിച്ചിരുന്നു. അപ്പോൾ അതിനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ 2 കല്ലുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതൊക്കെ മനസ്സിലായപ്പോൾ പേടി തുടങ്ങി. त्रिपुरा की प्रमुख नदियों में से एक मनु नदी के किनारे स्थित मनु एक छोटा कस्बा है. ത്രിപുരയിലെ പ്രമുഖ നദികളിലൊന്നായ മനു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനു എന്നത് ഒരു ചെറിയ ടൗണാണ്. അതിൻ്റെ അർത്ഥം ആ നദിയുടെ പേരും മനു എന്നാണ്, ടൗണിൻ്റെ പേരും മനു എന്നാണ്. കസ്ബ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണ്. ജിസ് വക്ത് ഹം മനു നദിക്ക് പാർ ജാനെ വാലെ പുൽ പർ പഹുഞ്ചെ. എപ്പോൾ ഞങ്ങൾ മനു നദിയുടെ തീരത്ത് അവിടെ പറഞ്ഞാൽ അതിൻ്റെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയോ, പറഞ്ഞാൽ അതിൻ്റെ വേറെ സൈഡിലേക്ക് പോകാനുള്ള, പറഞ്ഞാൽ അക്കരെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ വേറെ സൈഡിലേക്ക് പോകാനുള്ള ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയോ. സൂര്യ മനുക്കെ ജലമേ അപ്പന സോന ഉണ്ടേൽ റഹാത്ത. ആ സമയത്ത് സൂര്യൻ മനു നദിയുടെ ജലത്തിൽ തൻ്റെ സോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം, അതിൻ്റെ അർത്ഥം സ്വർണ്ണ നിറമുള്ള പിന്നെ ഉണ്ടേൽ റഹാത്ത, ആ സ്വർണ്ണ നിറം മൊത്തം അതിലങ്ങനെ പകർത്തുമായിരുന്നു, വ്യാപിപ്പിക്കുമായിരുന്നു. ഉണ്ടേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്പ്രെഡ് ആവുക, അങ്ങനെ വ്യാപിപ്പിക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ അസ്തമിക്കുകയാണ്. അപ്പോൾ അസ്തമിക്കുന്ന സമയത്ത് അത് സ്വർണ്ണ നിറത്തിൽ കാണപ്പെടും. അപ്പോൾ ആ വെള്ളമുള്ള സമയത്ത് ആ വെള്ളത്തിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ മഞ്ഞ നിറത്തിൽ കാണില്ലേ, അങ്ങനെ സ്വർണം പോലെ, അതാണ് പറയുന്നത്. വഹമെനെ എക് ഓർ കാഫില ദേക്ക. അവിടെ ഞാൻ ഇനിയൊരു കാഫില കണ്ടു. അപ്പോൾ ഇതുപോലെ ഇനിയൊരു ഗ്രൂപ്പ് അവിടെ കണ്ടു. ഏക് സാത്ത് ബന്ദേ ഹസാറോ ബസോ കാ ഏക് കാഫില കിസി വിശാൽ ഡ്രാഗൺ ജേസാ ദിഖ് രഹാ താ. ഒരേ അടി ആയിരക്കണക്കിന് മുളകൾ ഒരുമിച്ച് കെട്ടിയിട്ടുള്ള ഒരു കാഫില, ഒരു ഗ്രൂപ്പ്, അത് ഒരു വിശാലമായിട്ടുള്ള ഒരു വലിയ ഡ്രാഗൺ പോലെ കാണപ്പെട്ടു. ഓർ നദി പർ ബഹ ചല ആ രഹാ താ. അത് നദിയിൽ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഡൂബ്തേ സൂരജ് കി സുനഹരി റോഷിനി ഉസേ സുൽഗാ രഹി തീ. അപ്പോൾ അതിങ്ങനെ നദിയിൽ ഒഴുകി വരുന്ന സമയത്ത് ഡൂബ്തേ സൂരജ് കി അസ്തമിക്കുന്ന സൂര്യൻ്റെ സുനഹരി റോഷിനി സ്വർണ്ണ നിറമുള്ള ആ പ്രകാശം, സുനഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറായിട്ടുള്ള റോഷിനി പ്രകാശം, ആ പ്രകാശം ഉസേ ആ മുളയുടെ പിന്നെന്താണ് അത് വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ കൂടി ഒഴുകി വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. സുൽഗാരഹേത്തെ പറഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞാൽ ഈ പ്രകാശത്തിൽ അത് നന്നായി കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം हमारे काफिले को सुरक्षा दे रही CRPF की एक समूची कंपनी के उलट ഞങ്ങളുടെ കാഫില, ഞങ്ങളുടെ ഗ്രൂപ്പിന് സുരക്ഷ കൊടുക്കുന്നുണ്ടായിരുന്ന CRPFൻ്റെ ഒരു മുഴുവൻ കമ്പനി, സമൂച്ചി കമ്പനി, സമൂച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർ മുഴുവൻ കമ്പനിക്ക് ഉളട്ട് അതിൻ്റെ നേരെ നോക്കുന്ന സമയത്ത് ഇസ്കി സുരക്ഷ കാ കാം സിർഫ് 4 വ്യക്തി സംഭാലെ ഹുയേ തേ. പറഞ്ഞാൽ ഇനിയൊരു ഗ്രൂപ്പ് അവിടെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിന് നേരെ ഇത് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സുരക്ഷ സിർഫ് 4 വ്യക്തി, വെറും 4 ആൾക്കാരാണ്, 4 വ്യക്തികളാണ് അത് സുരക്ഷ ചെയ്യുന്നുണ്ടായിരുന്നത്, പറഞ്ഞാൽ അതിലുണ്ടായിരുന്നത്. अब हम उत्तरी त्रिपुरा ജില്ലേ में आ गए थे. ഇനി ഇപ്പോൾ ഞങ്ങൾ ഉത്തരി ത്രിപുര, നോർത്തേൺ ത്രിപുര ആ റീജണിൽ ഞങ്ങൾ എത്തി. यहाँ की लोकप्रिय घरेलू गतिविधियों में से एक है अगरबत्तियों के लिए बांस की पतली सीकें तैयार करना. അവിടുത്തെ ലോകപ്രിയമായിട്ടുള്ള ഘരേലു ഗതിവിദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണ പണികൾ, ഗതിവിദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ്, അപ്പോൾ ഘരേലു എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ, അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന പണികളിൽ ഒന്നാണ് അഗർബത്തിയോ കേലിയെ. അഗർബത്തി എല്ലാവർക്കും അറിയാലോ, അഗർബത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാൻസ് കി പത്തലി സീക്കേം തയ്യാർ കർണ, മുളയുടെ പത്തലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നൈസായിട്ടുള്ള വളരെ നേർത്ത സീക്കേം കോലുകൾ തയ്യാറാക്കുക. പറഞ്ഞാൽ അതിന്ന് ചെറിയ ചെറിയ കോലുകൾ, വളരെ പിന്നെ തിന്നായിട്ടുള്ള, അഗർബത്തിയുടെ കോലുകൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ, എത്ര തിന്നായിരിക്കുന്നത്, അപ്പോൾ അതുണ്ടാക്കാം. അഗർബത്തിയാ ബനാനെ കെ ലിയെ ഇനി കർണാടക ഓർ ഗുജറാത്ത് ഭേജാ ജാത്താ ഹൈ. എന്നിട്ട് ആ കോലുകളെ അഗർബത്തികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിലേക്കും ഗുജറാത്തിലേക്കും അയക്കും. ഉത്തരി ത്രിപുര ജില്ലേ കാ മുഖ്യാലയ കൈലാസ് ഷഹർ ഹേ. ഉത്തരി ത്രിപുര, നോർത്തേൺ ത്രിപുരയുടെ ജില്ലയുടെ മുഖ്യാലയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് കൈലാസ് ഷഹർ എന്ന സ്ഥലത്താണ്.
जो बांഗ്ലാദേശ് की सीमा के काफ़ी करीब है. അപ്പോൾ ഈ കൈലാസ് ഷഹർ എന്ന് പറഞ്ഞ സ്ഥലം ബാംഗ്ലാദേശിൻ്റെ ബോർഡറിൻ്റെ വളരെയധികം അടുത്താണ്. കരീബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത്. मैंने यहाँ के जिलाधिकारी से मुलाकात की. ഞാൻ അവിടുത്തെ ജില്ലാധികാരി എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, DM എന്ന് ചുരുക്കി പറയും. അപ്പോൾ അവിടുത്തെ DMനെ കണ്ടുമുട്ടി. ജോ കേരൾ സെ ആയേ ഏക് നവജവാൻ നിക്ലെ. ആരായിരുന്നു അത്? കേരളയിൽ നിന്ന് വന്ന ഒരു നവജവാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അത്. വേ തേജ് തറാർ, മിലൻസാർ ഓർ ഉത്സാഹി വ്യക്തി തേ. തേജ് തറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുത് തേജ് താഴെ കൊടുത്തിട്ടുണ്ട്. തേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം നല്ല ക്ലവർ ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള എന്നൊക്കെ പറയാം. മിലൻസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും മിങ്കിളാവുന്ന, മിൽന എന്ന് വെച്ചാൽ മിങ്കിളാവുക. ഓർ ഉത്സാഹി, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ചായക്കെ ദൗറാൻ ഉനോനെ മുझे ചായ കുടിച്ചതിന് ശേഷം അദ്ദേഹം എന്നെ ബത്തായാക്കി, എൻ്റെ അടുത്ത് പറഞ്ഞു TPS ടരു പൊട്ടാറ്റോ സീഡ്സ്, അതൊരു ഫാമിൻ്റെ പേരാണ്. TPS എന്ന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ടരു പൊട്ടാറ്റോ സീഡ്സ് എന്ന खेती को त्रिपुरा में खासकर उत्तरी ജില്ല में അതിൻ്റെ കൃഷിക്ക്, ആ ഫാമിൻ്റെ കൃഷിക്ക് ത്രിപുരയിൽ പ്രത്യേകിച്ചും ഖാസ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉത്തരി ജില്ല में നോർത്തേൺ ഡിസ്ട്രിക്റ്റിൽ കിസ് തര സഫലത മിലി ഹെ, എത്രത്തോളം സഫലത കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അതവിടെ വളരെയധികം വിജയകരമാണ്, സക്സസ് ആണ് എന്ന് പറഞ്ഞു തന്നു. അതിൻ്റെ അർത്ഥം आलू की बुआई के लिए आमतौर पर पारंपरिक आलू के बीजों की ज़रूरत 2 മെട്രിക് ടൺ പ്രതി ഹെക്ടർ പടുത്തി ഹെ. ആലു की बुआई के लिए, ആലുവിൻ്റെ സോവിങ്ങിന് വേണ്ടിയിട്ട്, സോവിങ് SOWING സോവിങ് അഥവാ നമ്മൾ വിതയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ട് ആംതോർ പർ സാധാരണയായിട്ട് പാരമ്പരിക് ആലു കെ ബീജോं की ज़रूरत, പാരമ്പരികമായിട്ടുള്ള പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നടത്തുന്ന ആ കൃഷി, അങ്ങനെ നടത്തുന്ന ആ കൃഷിയുടെ ആലു സോവിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സീഡ്സ്, ബീജ് എന്ന് വെച്ചാൽ സീഡ്സ്, ആലുവിൻ്റെ സീഡ്സ്, പൊട്ടാറ്റോൻ്റെ സീഡ്സ് 2 മെട്രിക് ടൺ പ്രതി ഹെക്ടർ പടുത്തി ഹെ, 2 മെട്രിക് ടൺ ഓരോ ഹെക്ടറിനും ആവശ്യമുണ്ട്. इसके बर्क्स TPS की सिर्फ 100 ग्राम मात्रा ही 1 ഹെക്ടർ की बुआई के लिए काफ़ी होती है. इसके ബർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിപരീതമായിട്ട് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2 മെട്രിക് ടൺ ഒരു ഹെക്ടറിന് ആവശ്യമാണ് സീഡ്സ്. എന്നാൽ അതിന് നേരെ തിരിച്ച് എന്ന് പറയില്ല, അതിനാണ് ബർക്സ് എന്ന് പറയുക. TPS की സിർഫ്, ഈ TPSൻ്റെ സീഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ വെറും 100 ഗ്രാം കൊണ്ട് 1 ഹെക്ടർ की बुआई के लिए काफ़ी होती है. ഒരു ഹെക്ടറിന് 100 ഗ്രാം സീഡ്സ് ഉണ്ടെങ്കിൽ മതിയാവും സോവിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ അർത്ഥം അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. त्रिपुरा से TPS का निर्यात अब न सिर्फ असम, मिज़ोरम, नागालैंड और अरुणाचल प्रदेश को बल्कि बांग्लादेश, मलेशिया और वियतनाम को भी किया जा रहा है. ത്രിപുരയിൽ നിന്ന് TPSൻ്റെ നിർയാത് എന്ന് വെച്ചാൽ എക്സ്പോർട്ട്, കയറ്റി അയക്കുന്നത് ഇപ്പോൾ വെറും ആസാം, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് മാത്രമല്ല പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെയുള്ള സ്റ്റേറ്റ്സാണ്. അതുകൂടാതെ ബാംഗ്ലാദേശ്, മലേഷ്യ, വിയറ്റ്നാം വേറെ കൺട്രിയിലേക്കും കയറ്റി അയക്കുന്നുണ്ട് അഥവാ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കലക്ടറിനെ അപ്പനെ एक अधिकारी को हमें मुराई गाँव ले जाने को कहा. അപ്പോൾ കലക്ടർ അവരുടെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ഒരു ഓഫീസർ എന്ന് പറയാം, ഞങ്ങളെ മുറായി എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ജഹാൻ TPS की खेती की जाती है, അവിടെ ഈ TPSൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, അവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. फिर जिलाधिकारी ने अचानक मुझसे पूछा, അപ്പോൾ ഈ ജില്ലാധികാരി ഈ DM എൻ്റെ അടുത്ത് ചോദിച്ചു, क्या आप उनाकोटी में ഷൂട്ടിംഗ് करना पसंद करेंगे? നിങ്ങൾ ഉനാക്കോട്ടിയിൽ ഷൂട്ടിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. यह नाम मुझे कुछ जाना पहचाना सा लगा. അപ്പോൾ ഈ പേര് കേട്ടിട്ട് എനിക്ക് എവിടെയോ കേട്ട പോലെ എന്തോ അറിയുന്ന പോലെ തോന്നി. ലേക്കിൻ इसके बारे में मुझे कोई जानकारी नहीं थी, എന്നാൽ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു. ജില്ലാധികാരിനെ ആകെ ബത്തായാക്കി, പിന്നെ ജില്ലാധികാരി പിന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, यह भारत का सबसे बड़ा नहीं तो सबसे बड़े शैव तीर्थों में से एक है. ഇത് ഭാരതത്തിലെ ഏറ്റവും വലുതാണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭാരതത്തിലെ ഏറ്റവും വലിയ ശൈവ് തീർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ഥസ്ഥലം എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ്. ശൈവ് എന്ന് വെച്ചാൽ ശിവൻ്റെ, അപ്പോൾ ശിവഭഗവാന്റെ തീർത്ഥസ്ഥലങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലുതല്ലെങ്കിലും ശിവഭഗവാന്റെ തീർത്ഥസ്ഥലങ്ങളിൽ വലുതിൽ ഒന്നാണിത് എന്ന് പറഞ്ഞു. संसार के इस हिस्से में, ലോകത്തിലെ ഈ ഭാഗത്ത്, ജഹാ യുഗോ സെ സ്ഥാനീയ ആദിവാസി ധർമ്മ ഹി ഫലത്തെ ഫൂൽത്തെ രഹേ ഹെ, എവിടെയാണോ യുഗങ്ങളായിട്ട് കാലകാലങ്ങളായിട്ട് സ്ഥാനീയ ആദിവാസി, അവിടുത്തെ ലോക്കൽ ആദിവാസി ധർമ്മം മാത്രം ഫലത്തെ ഫൂൽത്തെ രഹേ പറഞ്ഞാൽ അത് ആണ് അവിടെ സർവൈവൽ ആയിക്കൊണ്ട് വന്നത്. ഫ്ലറിഷ് ആവുക, അതിൻ്റെ അർത്ഥം ഫൽന ഫൂൽന വെച്ച.
അങ്ങനെ ആയിക്കൊണ്ട് വന്നത് അവിടെ ഇക് ശൈവ തീർത്ഥ അങ്ങനെയുള്ളവിടെ ഒരു ശിവതീർത്ഥ സ്ഥലമോ എന്ന് അത്ഭുതം തോന്നി. ജില്ലാധികാരി കേലിയെ മേരി ഉത്സുകത സ്പഷ്ട തി. ആ ജില്ലാധികാരിക്ക് പറഞ്ഞ ആ DM-ന് ലേഖകൻ്റെ ഉത്സുകത, ആ ആങ്ഷൈറ്റി ഒക്കെ മനസ്സിലായി, അത് ക്ലിയറായി. यह जगह जंगल में काफ़ी भीतर है. ഈ സ്ഥലം കാട്ടിലെ കുറേ അകത്താണ്. हालांकि यहाँ से इसकी दूरी सिर्फ 9 किलोमीटर है. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇതിൻ്റെ ദൂരം 9 കിലോമീറ്റർ 9 കിലോമീറ്റേഴ്സേ ഉള്ളൂ. अब तक मेरे ऊपर इस जगह की रंग चढ़ चुका था. അപ്പോൾ റൈറ്റർ എന്താ പറയുന്നത്, ഇത് കേട്ടതും ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് अब तक ഇതുവരെ മേരെ ഊപ്പർ എൻ്റെ മേലെ ഇസ് ജഗാക്ക ഈ സ്ഥലത്തിൻ്റെ റംഗ് ചढ़ चुका था പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? റംഗ് ചढ़ना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അല്ലെങ്കിൽ പ്രഭാവിത് കർണ എന്ന് ഹിന്ദിയിൽ പറയാം, അല്ലെങ്കിൽ അസർ കർണ, പ്രഭാവിത് കർണ, ഇംപ്രസ് ആവുക. അപ്പോൾ കൂടുതൽ ഇംപ്രസ്സായി, എങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ പോയിട്ടേ ഉള്ളൂ വേറെ കാര്യം എന്ന് മനസ്സിൽ തോന്നി തുടങ്ങി. അതാണ് റംഗ് ചढ़ चुका എന്നുള്ളതിൻ്റെ അർത്ഥം. टीलियामुरा से मनु तक की यात्रा कर लेने के बाद मैं खुद को ज़्यादा साहसी भी महसूस करने लगा था. ടീലിയാമുരയിൽ നിന്ന് മനു വരെയുള്ള യാത്ര ചെയ്തതിൻ്റെ ശേഷം ഞാൻ സ്വയം തന്നെ സാഹസി ഭി മെഹസൂസ് കർണേ ലഗാ താ. പറഞ്ഞാൽ സ്വയം തന്നെ നല്ല ഒരു സാഹസിയായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് പിന്നെ സ്വയം ഫീൽ ആവാൻ തുടങ്ങി എനിക്ക്. मैंने कहा कि मैं निश्चय ही वहाँ जाना चाहूँगा. ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പോകണം. और यदि संभव हुआ तो इस जगह की शूटिंग करना भी मुझे अच्छा लगेगा. അങ്ങനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഷൂട്ടിംഗ് ചെയ്യാനും എനിക്കിഷ്ടമാണ്, ഞാൻ തയ്യാറാണ്. അഗ്ലേ ദിൻ ജില്ലാധികാരി ने സുരക്ഷാ इंतजाम किए. നെക്സ്റ്റ് ഡേ DM അവിടുത്തെ വേണ്ട സുരക്ഷയൊക്കെ ചെയ്തു, അതിന് വേണ്ട അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു. और यहाँ तक कि उनाकोटी में ही हमें लंच कराने का प्रस्ताव भी रखा. അതുമാത്രമല്ല ഞങ്ങൾക്ക് അവിടെ തന്നെ ലഞ്ചിൻ്റെയും ഓഫർ തന്നു. പ്രസ്താവ് റഖ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ തരിക അഥവാ പ്രപ്പോസൽ. വഹാ ഹം സുബ 9 ബജേക്ക് ആസ്പാസ് പहुँच गए. അവിടെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് അടുത്തായിട്ട് എത്തിച്ചേർന്നു. ലേക്കിൻ 1 ഘണ്ട ഹമേ ഇന്തജാർ കർണാ പടാ. എന്നാൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഖാസെ ഊഞ്ചെ പഹാഡോं से गिरे होने के चलते इस जगह सूरज की रोशनी 10 बजे ही पहुँच पाती है. ഖാസെ ഊഞ്ചെ പഹാഡോं से എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉയരത്തിലുള്ള പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ സറൗണ്ടഡ്. ഇസ് ജഗ ഈ സ്ഥലത്ത് सूरज की रोशनी सनलाइट सूर्यൻ്റെ പ്രകാശം സൂര്യപ്രകാശം 10 ബജെ ഹി പहुँच पाती है 10 മണി വരെക്കേ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ നല്ല വെളിച്ചം വേണം അല്ലേ, അതുകൊണ്ടാണ് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് അർത്ഥം. ഉനാകോട്ടി കാ മത്ലബ് ഹെ, ഉനാകോട്ടിയുടെ അർത്ഥമാണ്, ആ സ്ഥലത്തിന് ആ പേര് വന്നല്ലേ ഉനാകോട്ടി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏക് കോട്ടി യാനി 1 കറോഡ് സെ 1 കം, 1 കോടി അഥവാ 1 കോടിയിൽ നിന്ന് 1 കുറവ്, 1 കോടിയിൽ നിന്ന് 1 കുറച്ച എത്ര കിട്ടും, അതാണ് ഉനാകോട്ടി. ഇപ്പം നമ്മൾ 99 എന്ന് പറയുമ്പോൾ 100 നിന്ന് 1 കുറവല്ലേ, അപ്പോൾ എന്ത് പറയും 99. ഇപ്പോൾ 999 ആണെങ്കിൽ 1000 നിന്ന് 1 കുറവ് 1000 - 1 അല്ലേ, അപ്പം നമ്മൾ 999 എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് കോടിയിൽ നിന്ന് 1 കുറവ് ഉനാകോട്ടി, അതാണ് അതിൻ്റെ അർത്ഥം. ദന്ത് കഥ കെ അനുസാർ ഉനാകോട്ടി മേ ശിവ് കി 1 കോടി സെ 1 കം മൂർത്തിയാ ഹേ. ദന്ത് കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടുകഥകൾ അല്ലെങ്കിൽ കേട്ടുകേൾവി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് അതിൻ്റെ അർത്ഥം. കിംവദന്തി എന്ന് പറയില്ലേ. അപ്പം നമ്മളിങ്ങനെ കേട്ട് കേൾവിയേ ഉള്ളൂ, അത് അറിയില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആര് പറഞ്ഞു ചോദിച്ചാൽ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു, അത്ര തന്നെ ആൾക്കാർ തമ്മിൽ പറയണത്. പറഞ്ഞാൽ അത് പണ്ടേക്ക് പണ്ടേ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, അതാണ് ദന്ത് കഥ. അപ്പോൾ ആ ദന്ത് കഥയ്ക്ക് അനുസാർ ഉനാകോട്ടിയിൽ ശിവയ്ക്ക് 1 കോടി സെ 1 കം മൂർത്തിയാ ഹേ. ശിവൻ്റെ 1 കോടിയിൽ നിന്ന് 1 കുറവ്, പറഞ്ഞാൽ 1 കോടിയാകാൻ 1 കുറവ് എത്രയാണോ അത്രയും മൂർത്തികളുണ്ട്. ദന്ത് കഥയ്ക്ക് കാൽപ്പനിക് കഥ അഥവാ ജനശ്രുതി എന്നും പറയാം കേട്ടോ. കാൽപ്പനിക് കഥ അല്ലെങ്കിൽ ജനശ്രുതി എന്നും പറയും. വിദ്വാനോങ്ക മാന്ന ഹേക്ക്, വിദ്വാൻമാർ പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ യഹ് ജഗ 10 വർഗ കിലോമീറ്റർ സെ കുച്ച് ജ്യാദ ഇലാക്കെ മേ ഫൈലി ഹേ. ഈ സ്ഥലം 10 സ്ക്വയർ കിലോമീറ്ററിനും കുറച്ച് കൂടുതൽ പ്രദേശം വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 10 വർഗ കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ സ്ക്വയർ എന്ന് പറയാം.
इलाका എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം പ്രദേശം. और पाल शासन के दौरान 9वीं से 12वीं सदी तक के 300 वर्षों में यहाँ चहल पहल रहा करती थी. പാൽ ശാസൻ അത് ആ ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ മറ്റ് ഭരണമാണ്. ആ ഭരണത്തിൻ്റെ സമയത്ത് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാലഘട്ടം 9वीं से 12वीं സദി തക്ക് 9 തൊട്ട് 12 സദി വരെ പറഞ്ഞാൽ സെഞ്ചുറി വരെ 300 വർഷമേ 300 വർഷം 300 വർഷങ്ങൾ വരെ അതായത് യഹാ ചഹൽ പെഹൽ രഹാ കർത്തി തി ഇവിടെ നല്ല ചഹൽ പെഹൽ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കും ആൾക്കാരും ബഹളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അനക്കമുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെ. പഹാഡോं को अंदर से काटकर यहाँ विशाल आधार मूर्तियाँ बनी है. പർവ്വതങ്ങളെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വിശാലമായിട്ടുള്ള മൂർത്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. एक विशाल चट्टान ऋषि भागीरथ की प्रार्थना पर स्वर्ग से पृथ्वी पर गंगा के अवतरण के मिथक को चित्रित करती है. एक विशाल चट्टान ഒരു വലിയ വിശാലമായിട്ടുള്ള പാറ, ചട്ടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് പാറ. ഋഷി ഭാഗീരഥ് കി പ്രാർത്ഥന പർ ഋഷി ഭാഗീരഥൻ ഭാഗീരഥ മുനി അതിൻ്റെ അർത്ഥം ആ ഭാഗീരഥ ഋഷിയുടെ പ്രാർത്ഥനയുടെ കാരണം സ്വർഗ് സെ പൃഥ്വി പർ ഗംഗാ കെ അവതരൺ കെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഗംഗ അവതരിച്ചു. പറഞ്ഞാൽ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഗംഗ ഭൂമിയിലേക്ക് അവതരിച്ചു ഭാഗീരഥ മുനിയുടെ പ്രാർത്ഥന കാരണം. പറഞ്ഞാൽ അവതരൺ കെ മിഥക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരാണിക് കഥ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പൗരാണിക് കഥ അനുസരിച്ചിട്ട് അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. गंगा अवतरण के धक्के से कहीं पृथ्वी धस कर पाताल लोक में न चली जाए. ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് പറയുന്നില്ലേ, അപ്പോൾ ആ ഗംഗ അവതരൺ കെ ധക്കേ സെ ആ ഗംഗ അവതരണത്തിൻ്റെ കാരണം ധക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളു അങ്ങനെ. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞാൽ അത് ഭൂമിയിലേക്ക് വന്നത് കാരണം കഹി പൃഥ്വി ധസ് കർ ഭൂമി ധസ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങുക, ഉള്ളിലേക്ക് പോകുക, മുങ്ങി പാതാൾ ലോക് മേ ന ചലി ജായേ പാതാളത്തിലേക്ക് എങ്ങാനും പോകരുത്. ലിഹാജ ശിവ് കോ ഇസ്കെ ലിയെ തയ്യാർ കിയാ ഗയാ. ലിഹാജ എന്ന് വെച്ചാൽ ദേർഫോർ അതുകൊണ്ട് ശിവനെ ഇതിനു വേണ്ടി തയ്യാറെടുപ്പിച്ചു പറഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണത്? കി വേ ഗംഗാക്കോ അപ്നെ ജഡാവോ മേ ഉൽജാലേ ഗംഗയെ തൻ്റെ ജഡകളിൻ്റെ ഉള്ളിൽ ജഡയുടെ ഉള്ളിൽ ഉൽജാന എന്ന് വെച്ചാൽ കുടുക്കി വെക്കുക. പൊതുവേ ഉലജ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുടുങ്ങുക അല്ലെങ്കിൽ കെട്ടുപിടുകയൊക്കെ ചെയ്യില്ലേ, അതിന് ഉലജ്ന എന്ന് പറയും. അപ്പം ജഡകളുടെ ഉള്ളിൽ കുടുക്കി വെക്കുക. और इसके बाद പിന്നെ അതിൻ്റെ ശേഷം ഇസെ ധീരെ ധീരെ പൃഥ്വി പർ ബഹനെ ദേ അതിനെന്ന് വെച്ചാൽ ഗംഗയെ പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് ഒഴുക്കുക. അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്. ശിവ കാ ചെഹര എക് സമൂജി ചട്ടാൻ പർ ബനാ ഹുവാ ഹെ. ശിവഭഗവാന്റെ മുഖം ഒരു വലിയ ചട്ടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് പാറയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. उनकी जड़ाएँ 2 पहाड़ों की चोटियों पर फैली हुई है. ശിവ ഭഗവാന്റെ ജടകൾ 2 പർവ്വതത്തിൻ്റെ പീക്ക് വരെ പിന്നെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഭാരത് മേ ശിവ് കി യഹ് സബ്സെ ബഡി ആധാരമൂർത്തി ഹെ. ഭാരതത്തിൽ ശിവൻ്റെ ഇത് ഏറ്റവും വലിയ ആധാരമൂർത്തിയാണ്. പൂരെ സാൽ ബഹനെ വാല ഏക് ജൽപ്രപാത് പാഹെ. വർഷം മുഴുവനും ഒഴുകുന്ന ഒരു ജലപ്രപാതം, അതായത് വെള്ളച്ചാട്ടം, വാട്ടർഫോൾ അല്ലെങ്കിൽ ജർണ എന്നും പറയും ഹിന്ദിയിൽ. ജർണ അത് പഹാഡോസെ ഉത്തർത്താ ഹെ. ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരും. പറഞ്ഞ പർവ്വതത്തിൽ നിന്ന് ആ വാട്ടർഫോൾ ഉണ്ടാവും. ജിസെ ഗംഗ ജിത്ന ഹി പവിത്ര മാനാ ജാത്താ ഹെ. ആ വാട്ടർഫോളിനെ ആ ഝർണയെ അല്ലെങ്കിൽ ആ ജലപ്രപാതത്തിനെ ഗംഗയെ പോലെ തന്നെ പവിത്രമായിട്ടാണ് വിശ്വസിക്കുന്നത്. യഹ് പൂര ഇലാക്ക ഹി ശബ്ദശഃ ദേവിയോ ദേവതാവോ കി മൂർത്തിയോ സെ ഭരാ പടാ ഹെ. യഹ് പൂര ഇലാക്ക ഹി ഈ മുഴുവൻ പ്രദേശവും തന്നെ ആ മുഴുവനും ഏരിയ തന്നെ ശബ്ദശഃ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് പ്രത്യേക ശബ്ദಕ್ಕೆ അനുസാർ. പറഞ്ഞാൽ ഓരോരോ ശബ്ദങ്ങൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ആ മുഴുവനും ഏരിയ പലതരത്തിലുള്ള ശബ്ദങ്ങൾ എന്തൊക്കെ ശബ്ദങ്ങൾ നമ്മുടെ വായിന്ന് വരുന്നുവോ അത്രയും ദേവിയോ ദേവതാവോ കി മൂർത്തിയോ സെ ഭരാ പടാ ഹെ. അത്രയും തന്നെ ദേവി ദേവതകളുടെ മൂർത്തികളെ കൊണ്ട് അവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കുറേയധികം ദേവി ദേവത മൂർത്തികളെ കൊണ്ട് അവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന്. इन आधार मूर्तियों के निर्माता अभी चिन्हित नहीं किए जा सके हैं. ചിഹ്നിത് എന്നുള്ളതിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ജിൻകി അഭി പെഹ്ചാൻ നഹി കി ജാ സക്കി ഹെ. പറഞ്ഞാൽ അത് ആരാണ് ചെയ്തതെന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല, അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻ ആധാരമൂർത്തിയൊക്കെ നിർമ്മാത ഈ മൂർത്തികൾ കുറേ എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് അതിനർത്ഥം അത് ആരാ ഉണ്ടാക്കിയതെന്ന് ഇനിയും ആരാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല.
സ്ഥാനീയ ആദിവാസിയോं കാ മാനന ഹെ കി ആ ലോക്കൽ ആദിവാസികളുടെ വിശ്വാസം പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ മൂർത്തിയോं का നിർമ്മാത കല്ലു കുമാർ था ഈ മൂർത്തികളെല്ലാം നിർമ്മിച്ചത് കല്ലു കുമാർ എന്ന ഒരു വ്യക്തിയായിരുന്നു. വഹ പാർവതി കാ ഭക്ത था കല്ലു കുമാർ പാർവതിയുടെ ഭക്തനായിരുന്നു. और शिव पार्वती के साथ उनके निवास कैलाश पर्वत पर जाना चाहता था ശിവ പാർവതിമാരുടെ കൂടെ ശിവൻ്റെയും പാർവതിയുടെയും കൂടെ അവരുടെ നിവാസ സ്ഥലമായ കൈലാസ പർവ്വതത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പാർവതി के जोर देने पर शिव कल्लू को कैलाश ले चलने को तैयार हो गए. ശിവന് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പാർവതിക്ക് ജോർ ദേനെ പർ പാർവതി നിർബന്ധിച്ചത് കാരണത്താൽ ശിവൻ കല്ലുവിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. लेकिन इसके लिए शर्त यह रखी कि उसे एक रात में शिव की 1 कोटि मूर्तियाँ बनानी होगी. അതിന് വേണ്ടിയിട്ട് ശിവൻ ഒരു കണ്ടീഷൻ വെച്ചു. കണ്ടീഷൻ വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഒരു രാത്രിയിൽ ശിവൻ്റെ 1 കോടി മൂർത്തിയാ ബനാനി ഹോഗി 1 കോടി മൂർത്തികൾ ഉണ്ടാക്കേണ്ടി വരും ഒരു രാത്രി എന്നൊരു കണ്ടീഷൻ വെച്ചു കൊടുത്തു. കല്ലു अपनी धुन के पक्के व्यक्ति की तरह इस काम में जुट गए. धुन के पक्के എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ बहुत പരിശ്രമം करना അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് बहुत लगन से काम करना എന്നൊക്കെ അവരോട് പറഞ്ഞ കാര്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുക. അപ്പോൾ കല്ലു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് അതുപോലെ ഇസ് കാം മേ ജുട്ട് ഗए ആ കാര്യത്തിൽ ബിസിയായി. लेकिन जब भोर हुई तो मूर्तियाँ 1 कोटि से 1 कम निकली. ഭോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സുബ. അപ്പോൾ രാവിലെ ആയ സമയത്ത് എന്താണ് മൂർത്തികൾ ഉണ്ടാക്കി, പക്ഷേങ്കിൽ 1 കോടിയാവാൻ 1 കുറവായിരുന്നു. 1 കോടിയാവാൻ 1 കുറഞ്ഞുപോയി അതിൽ. कल्लू नाम की इस मुसीबत से पीछा छुड़ाने पर अड़े शिव ने इसी बात को बहाना बनाते हुए कल्लू कुमार को अपनी मूर्तियों के साथ ऊनाकोटी में ही छोड़ दिया. കല്ലു നാം കി ഇസ് മുസീബത്ത് സെ പീച്ച ചുടനപ്പർ കല്ലു എന്ന പേരിലുള്ള ഈ പ്രശ്നത്തിനെ അങ്ങോട്ട് പിന്നാലെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഇസി ബാത് കോ ബഹാന ബനാത്തെ ഹുയെ ഇത് നല്ല കാരണമായി എന്ന് പറഞ്ഞിട്ട് ഇതിനെ തന്നെ ഒരു കാരണമാക്കി കല്ലു കുമാറിനെ അപ്പനി മൂർത്തിയോं के साथ ഈ തൻ്റെ മൂർത്തികളുടെ കൂടെ ഉനാക്കോട്ടി में ही छोड़ दिया. ഉനാക്കോട്ടിയിൽ തന്നെ വിട്ടുകളഞ്ഞു. और चलते बने. പിന്നെ ശിവൻ അവിടുന്ന് പോയി. इस जगह की शूटिंग पूरी करते शाम के 4 बज गए. ആ സ്ഥലത്ത് ഷൂട്ടിംഗ് ചെയ്ത് വൈകുന്നേരം 4 മണിയായി. सूर्य के पहाड़ों के पीछे जाते ही उनाकोटी में अचानक ഭയാവന അന്ധകാർ ചാകയ. സൂര്യൻ ഉയരത്തിലുള്ള ആ പർവ്വതങ്ങളുടെ പിന്നാലെ പോയതും ഉനാക്കോട്ടിയിൽ അച്ചാനക് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള അന്ധകാരം വ്യാപിച്ചു തുടങ്ങി. മിനിറ്റോ മേ ജാനെ കഹാ സെ ബാദൽ ബി ഗിർ ഗയേ. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എവിടെ നിന്ന് വന്നതെന്നറിയില്ല, ബാദൽ ബി ഗിർ ഗയേ. അവിടെ മുഴുവനും മേഘങ്ങളാൽ ചുറ്റപ്പെട്ടു. ഘിർ ആയേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സറൗണ്ടഡ്. ജബ് തക് ഹം അപ്നെ ഉപകരണം സമേട്ടെ. അപ്പോഴേക്കും ഞങ്ങളുടെ ഉപകരണങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്തു, അതെല്ലാം പാക്ക് ചെയ്തു എന്നർത്ഥം. ബാദലോं की सेना ഗർജൻ തർജൻ കെ സാത്ത് കെഹർ ബർപ്പാനെ ലഗെ. ബാദലോं की सेना മേഘങ്ങളുടെ സേന. അതിൻ്റെ അർത്ഥം കുറേ അധികം മേഘം ഗർജൻ തർജൻ കെ സാത്ത് ഗർജിച്ചുകൊണ്ട് കെഹർ ബർപ്പാനെ ലഗെ. കെഹർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകോപം എന്നൊക്കെ പറയില്ലേ, ഹാവോക്ക്, HAVOC ഹാവോക്ക്. ബർപ്പാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാശം വിതയ്ക്കുക എന്നൊക്കെ പറയില്ലേ, നശിപ്പിക്കുക. അങ്ങനെ കുറേ മേഘങ്ങൾ ഒരുപാട് ഗർജിച്ച് നാശം വരുത്താൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഭയങ്കര തണ്ടറിങ് ഒക്കെ ആയിരുന്നു എന്നർത്ഥം. शिव का तांडव शुरू हो गया था जो कुछ वैसा ही था. ശിവതാണ്ഡവം ആരംഭിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ജैसा मैंने 3 साल बाद जाड़े की एक सुबह ഞാൻ 3 വർഷത്തിൻ്റെ ശേഷം ജാഡെ की एक सुबह വിൻ്ററിൻ്റെ ഒരു രാവിലെ സമയത്ത് ദില്ലി में देखा ഡൽഹിയിൽ കണ്ടു. और जिसने मुझे एक बार फिर उनाकोटी पहुंचा दिया. അതുപോലെ ഞാൻ കണ്ടു. അപ്പോൾ അതെന്താണ്, ആ ഓർമ്മകൾ എന്നെ ഉനാക്കോട്ടിയിലേക്ക് എത്തിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.